ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഇന്ന് നമുക്ക് ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു ലഡു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ല ടേസ്റ്റി ഒരു ലഡുവാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കണ്ടു നോക്കാവേ. ഇതിനു വേണ്ടി ഇവിടെ ഒരു 20 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കാം. ഇനി നമുക്കത് പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ അപ്പോൾ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇവിടെ ഒരു ചീനച്ചട്ടിക്കകത്ത് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി സിമ്മിൽ വേണം അത് റോസ്റ്റ് ചെയ്യാനായിട്ട്. ആ നേരം കൊണ്ട് നമുക്ക് ഒരു പാനിലേക്ക് 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത് തിക്കാവുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇവിടെ ഞാനൊരു 1/4 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് കഴുകിയിട്ട് ഇതുപോലൊന്ന് ഡ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുപ്പത്ത് വെച്ചേക്കുന്ന ശർക്കര ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് ബോയിലായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് തിള വന്ന് ഇച്ചിരി തിക്കായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അരിച്ചെടുക്കണേ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം, കരിഞ്ഞു പോവാതെ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ടൈം ടേക്കിംഗ് ആണ്. ഇതുപോലെ ഒന്ന് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മാത്രമേ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ. ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ അത് ഒടിഞ്ഞ് വരണം. അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ അതേ ചീനച്ചട്ടിക്കകത്ത് നമ്മൾ ഡ്രൈ ചെയ്ത് ആ അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയതിന് ശേഷം നമുക്കതും കൂടെ മാറ്റി വെച്ച് ഒന്ന് കൂളാവട്ടെ. ഇനി നമുക്ക് അതേ ചീനച്ചട്ടിക്കകത്തോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് ആ മോയ്സ്ചർ കണ്ടൻറ്റ് പോകുന്നതിന് വരെ മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇവിടെ ഞാൻ ചക്കക്കുരു ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിയും പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ശർക്കര നീര് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഉണ്ടയാവുന്ന പാകം വരെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇവിടെ ലഡൂസ് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ശർക്കര നീരായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലഡു ഒക്കെ നല്ല മോയ്സ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റും മോയ്സ്റ്റും ആയിട്ടുള്ള ചക്കക്കുരു കൊണ്ടുള്ള ലഡു ആണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ചക്കക്കുരു ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.